ഗായ്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നച്ചൂസ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്ന പറഞ്ഞാൽ ഇന്ന് നമ്മളൊരു തെന്മല ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഓൺ ദ വേ ആണ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ കുളത്തൂപ്പുഴ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുളത്തൂപ്പുഴ നമ്മൾ കയറി മീനിനെയൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ ദാ പോവുകയാണ്. നമ്മൾ ഡാമിലേക്ക് നടന്ന് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ഇപ്പം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഇവിടെയൊക്കെ കാണാനായിട്ട്. അപ്പോൾ അവരെല്ലാം ഫ്രണ്ടിൽ നിന്ന് നടന്ന് പോവുകയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോവുകയാണ്. അപ്പോഴതാ കുറേ കുരങ്ങന്മാരുണ്ട് ഗൈസ്. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളെ ഡാമിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. ഇവിടെ നമുക്ക് ബോട്ടിംഗ് സർവീസ് ഉണ്ട് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ വഞ്ചിയിലാണ് പോകുന്നത്. അത് ഇച്ചിരി ഡേഞ്ചറാണ് ഗൈസ്. കാരണം ഒന്ന് ചരിഞ്ഞ് പോയാൽ പിന്നെ വെള്ളത്തിലാണ്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ബോട്ടിൽ പോകണമെന്നാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വഞ്ചി വേണ്ട ഗൈസ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഡാം ഇപ്പോൾ വിസിറ്റ് ചെയ്യാൻ നമ്മൾ വന്നൊക്കെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ കുറച്ച് സമയം വേണമല്ലോ. അപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് ഡാം വന്നിട്ട് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അടുത്തത് കാണാം. നമ്മളിതാ ബോട്ടിങ്ങിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഡാമിനൊക്കെ പോയതിന് ശേഷം ഇപ്പോൾ കഴിക്കാൻ നമ്മളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരുപാട് കുരങ്ങന്മാർ വന്നപ്പോൾ നമ്മൾ വേറെ സ്ഥലം നോക്കി പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വായൊക്കെ കഴുകി ഹാൻഡ്സൊക്കെ കഴുകിയിട്ട് നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് നമ്മളിപ്പോൾ ഭയങ്കര കാറ്റാണ് ഗൈസ്. ഭയങ്കര വോയിസ് ആയിരിക്കും, ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കൈയൊക്കെ കഴുകിയതിന് ശേഷം ഇപ്പോൾ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ തിന്നിട്ടൊക്കെയാണ് പോകുന്നത്. ഭയങ്കര കാറ്റ് ഫോണിൽ അടിക്കുന്നുണ്ട്, ഭയങ്കര ശബ്ദമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അഡ്വഞ്ചർ പാർക്കിൽ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എത്തിയൊക്കെയാണ്. ബട്ട് നമ്മളിപ്പോൾ അക്വേറിയം കണ്ടിട്ട് വരാമെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഇപ്പോൾ കഴിച്ചെണീച്ചല്ലോ, വയറൊക്കെ ഒന്ന് ശരിയാവാം. അപ്പോൾ നമുക്ക് അക്വേറിയം കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ അക്വേറിയത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു കളിക്കുന്ന സംഭവം കണ്ടു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് വലിഞ്ഞു കയറി. അപ്പോൾ അത് കുഞ്ഞുങ്ങൾക്കുള്ളതാണെന്നാണ് തോന്നുന്നത്. എന്നാലും നമ്മൾ ഒരു നെസ്റ്റു. അപ്പോൾ നമ്മളിങ്ങനെ ചവിട്ടി കയറി. ഭയങ്കര പേടിയായിരുന്നു ഗൈസ്, കാരണം ഇതിങ്ങനെ വഴുതി താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്ന് അപ്പോൾ നമ്മളിതാ വായിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഇവിടുന്ന് കാലൊക്കെ എടുത്ത് വച്ച് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങണില്ല. അവസാനം കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. ഇവിടെ കയറിയപ്പോൾ മറ്റേ കുട്ടിയൊക്കെ കളിക്കുന്ന ഒരു പുഴുവിൻ്റെ മാതിരി നമ്മളിപ്പോൾ കണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളെന്താ കയറിയിട്ടുണ്ട്.
ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മളുടെ ആ ഒരു ഫിഷിംഗ് വഴിയെല്ലാം തെറ്റിപ്പോൾ എല്ലായിടും ഒരേപോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു അക്വേറിയം വിസിറ്റ്. നമുക്കിനി എവിടെ പോവാം? അഡ്വഞ്ചർ സോണിൽ പോവാം. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അതായത് നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, അഡ്വഞ്ചർ സോണിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ഇരിക്കുകയാണ്, വെയിറ്റിങ്ങിലാണ്. കാരണം അവിടെയുള്ള കുറച്ച് ആൾക്കാർ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ സോണിൽ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ കഴിയോ കുരങ്ങൻ. അപ്പോൾ അവിടെ കഴിഞ്ഞിട്ട് അവിടെ കയറാനായിട്ട് അവിടെ നമുക്ക് കൂടുതൽ ആൾക്കാർ വേണം. നമുക്ക് ഒറ്റയ്ക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. അപ്പോൾ സഹായത്തിന് ആൾ വേണം. അവർ കഴിക്കാൻ പോയേക്കാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അവിടെ നിന്ന് അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് നമ്മളൊന്നും ചെയ്തിട്ടില്ല. കാരണം കുറച്ച് സമയം കൂടി എടുക്കും അവിടെ ആൾക്കാർ വരാൻ. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ലേസർ സോണിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കയറിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് ഇവിടെ 5 പടി 5-6 പടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നടന്നു പോയി റൈറ്റ് കട്ട് ചെയ്തിട്ട് കയറിയ തൂക്കുപാലമാണ്. നമുക്ക് ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് പടി കഴിഞ്ഞിട്ട് നമ്മളിതാ വഴി കൂടെ ഇങ്ങനെ പോവുകയാണ്. അത് കഴിഞ്ഞ് ഇവിടുന്ന് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്ത് ഇങ്ങോട്ട് ഒരു വഴി കണ്ടില്ലേ, ഇവിടെ കൂടെ കയറി നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇച്ചിരി പാടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം നിന്നിട്ട് കയറാൻ, കാരണം തേരിയാണ് ഫുള്ള്. അപ്പോൾ ഇതാ നമ്മൾ റൈറ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നടന്നു പോകുന്നു. അതെന്താ അത് എന്തോ ആണ്. നമ്മളിതാ ഇവിടെ കൂടെ കയറി ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഓ ഗൈസ്, വെള്ളം കളയാനുള്ള സ്ഥലം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമുക്കിവിടെ ഇങ്ങനെ നടന്നു പോവാം.
അമ്മീ ഒന്ന് ചറുവി അങ്ങ് വന്ന് വീഴും ഗൈസ്. വസുര കോർട്ട്. അയ്യോ ഗൈസ്, നടുക്ക് കൊണ്ട് മരം വളർത്തി വെച്ച് ഗൈസ്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള എന്തോ സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇങ്ങനെ നടന്നു പോവുക. ഇവിടെ വേസ്റ്റ് പിന്നൊക്കെ ഉണ്ട്. നമ്മൾ വേസ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ലല്ലോ. ഇങ്ങനെ അപ്പോൾ ഗൈസ് ഇങ്ങനെ വന്നപ്പോൾ ദാ ഇവിടെ ഒരു കുരങ്ങൻ. ഗൈസ് നമ്മളിവിടെ എത്തിയതാ. നല്ല മല, നമ്മൾ മുമ്പ് കണ്ട ആ മല. നല്ല രസമാണ് ഗൈസ്. പിന്നെ നമ്മളിങ്ങനെ പാതയിലൂടെ നടന്ന് പോവുകയാണ് ഗൈസ്. പിന്നെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ ഇനിയുള്ള കാര്യങ്ങൾ എടുത്തെടുത്ത് പോവുകയാണ്. സോറി. അപ്പോൾ ഗൈസ് എന്നിട്ട് നമ്മൾ ഡൈനോസറൊക്കെ ഇവിടെ ഇങ്ങനെ നമ്മൾ പോണതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഇങ്ങനെ ഗൈസ് അമ്മേരെ ഒരു കോമഡി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇത് ഡൈനോസർ ആണെന്ന്. അമ്മ പറയണ ജിറാഫ് എന്ന്. എന്തോ ഡിനോസർ, കുറേ പേര് ഡൈനോസർ. ഗൈസ് നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാം. ഇതാരൊക്കെയാ? കുറേ ആൾക്കാർ. ഹലോ. കുറേ ഡൈനോസേഴ്സ് ഒരുമിച്ച് കൂടി നിൽക്കുന്ന നമ്മളെ വഴി നോക്കിയാണ് ഗൈസ്. പോടാ. അപ്പോൾ ഗൈസ് നമ്മളിതാ ഇവിടെ ഒരു പടി കടന്നു പോകണം. എനിക്ക് ഡൗട്ടുണ്ട്, താഴോട്ടാണോ പോവേണ്ടത് എവിടെയാണോ. അപ്പോൾ ഗൈസ് നമ്മൾ ഡൈനോസേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ കാണിച്ചു തരും ഗൈസ്. അപ്പോൾ ഇനിയും താഴോട്ട് പോവുകയാണ്. ഇവിടെ വേറെ ഒരുത്തനും കൂടി നിൽപ്പുണ്ട് ഗൈസ്. പിന്നെ അടുത്ത ഡിനോസർ, അതിൻ്റെ വായിലൊക്കെ ചെടി മുളച്ചിരിക്കുകയാണ്. നോക്കൂ ഗൈസ്, സൂക്ഷിച്ച് നോക്കൂ. അതിങ്ങനെ പിന്നെ ഇതുകൊണ്ട് അവിടെ ഒരുത്തനുണ്ട്, വായും പൊളിച്ച് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ ഫുൾ കാടാണ് ഗൈസ്, കാട്. എന്നിട്ട് നമ്മൾ വീണ്ടും പോവുകയാണ്. അതോ അടുത്തവൻ. ഇവന്മാർക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്തോ, ഇവിടെ വായി നോക്കൊണ്ടിരിക്കുക, ജോലിയൊന്നും ചെയ്യണ്ട. എന്നാൽ ആനയുടെ കൊമ്പ് പോലെ ഇരിക്കണം ഗൈസ്. ലുക്ക്, വാട്ട് എ ബ്യൂട്ടി ഓഫ് ഡിനോസേഴ്സ്. ഇത് വേറെ ഏതോ ഒരു ഐറ്റം ഡിനോസറാണ് ഗൈസ്. ഇവിടെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ പിന്നെ ഓരോ പലതരത്തിലുള്ള ഡിനോസേഴ്സിനെ പറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അങ്ങോട്ട് തേരിയാണ് ഗൈസ്, തേരിയാണ്. അടുത്ത ഡിനോസേഴ്സ് ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇതൊരു വയസ്സായ ഒരു ഡിനോസറാണ്. കണ്ടോ ഗൈസ്, പല്ലൊന്നുമില്ല. ഇതതിൻ്റെ കൂടെ പഠിക്കുന്ന ഏതോ ഒരാളാണ് ഗൈസ്. ഇതെന്തോ പറക്കണ എന്തോ ഡൈനോസറാണെന്ന് തോന്നുന്നു. അല്ല, എല്ലാ ഡൈനോസറും പറക്കുമല്ലോ. എന്തോ ഗൈസ് വേറൊരു ഡിനോസേഴ്സ് കണ്ടു ഗൈസ്. അങ്ങനെ ഒരുപാട് ഡിനോസേഴ്സ് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓ ഗൈസ്, നല്ല ഒരു ഡിനോസർ. ഈ ഡിനോസർ ആയിരിക്കും ബാക്കി എല്ലാ ഡിനോസേഴ്സിൻ്റെ ക്രഷ്. നല്ല ഭംഗിയാണ് കാണാൻ ഗൈസ്. താണ്ടി അടുത്തത് ഗൈസ്, ഇവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. ടീറക്സൊക്കെ ഉണ്ട് ഗൈസ്. നമ്മൾ എഴുത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ഇരിക്കാനുള്ള പടിയാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഡൈനോസർ ഗൈസ്, സൂക്ഷിച്ച് നോക്കൂ. കണ്ടു, ഇവിടെ ജീവനുള്ളത് വല്ലതും ഉണ്ടോ എന്തോ. ഒരുപാടുണ്ട്. നല്ല ഡാമിൻ്റെ വെള്ളം വീഴുന്ന ആ സൗണ്ട് ഇവിടെ ഉണ്ട് ഗൈസ്. ഗൈസ് അടുത്ത രണ്ട് കുറുമ്പന്മാർ. ഗൈസ് അടുത്ത ഒരുത്തൻ, ഇതാണെന്ന് തോന്നുന്നു ദാസപ്പൻ. ഗൈസ് ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട്, ചെടിയൊക്കെ വളർത്തി വെച്ച്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്നിട്ടുള്ള വ്യൂ ആണ് ഗൈസ്. ആ ഡാമിൻ്റെ ആ ഒരു വ്യൂ കണ്ടു ഗൈസ്. ആ വെള്ളം ചെറുതായിട്ട് തുറന്ന് വിടുകയാണ്. അപ്പോൾ ഇതിവിടെ വന്ന് ഇറങ്ങും ഗൈസ്. നല്ല രസമുണ്ട്. വെയിലാണ് ഗൈസ്, ഒന്നും കാണാൻ വയ്യ. അപ്പം നമ്മളിവിടെ ഒരു കസേര ഇരുന്നിട്ടുണ്ട്. ഇതാണ് ഗൈസ് വ്യൂ എന്ന് പറഞ്ഞാൽ. ഭയങ്കര കാറ്റാണ് ഗൈസ്, ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല. ആ ഒരു കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ഒക്കെ കളർ കണ്ടു ഗൈസ്.
ഇവിടെ നല്ല കാറ്റുമാണ്, നല്ല ഒരു ശാന്തത, ഒരു പീസാണ് ഇവിടെ ഉള്ളത്. ഇതെന്തോ ഒരു പാലം പോലത്തെ എന്തോ സംഭവമാണ് ഗൈസ്. അവർക്കൊക്കെ ഭയങ്കര പേടിയാണ്, അമ്മയ്ക്കും അമ്മയ്ക്കൊക്കെ ഇവിടെ കൂടെ പോവാൻ. നോക്കൂ ഗൈസ്. നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ബോട്ടിങ്ങിന് കയറുകയാണ്. അവിടെ എല്ലാവരും അവിടെ ബാക്കിൽ രണ്ടുപേരിരുന്ന് പെഡസ്റ്റൽ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ശരിക്കും വെള്ളത്തിൽ വീട് ഗൈസ്. എനിക്ക് പിന്നീട് നീ അയച്ചു തന്നാൽ മതി. ഭയങ്കര ധൈര്യം. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ എല്ലാത്തിലും കയറി ഗൈസ്. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഒരുപാട് ഇതിലൊക്കെ കയറി. പക്ഷേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നും കൂടി പറഞ്ഞുതരാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു റോപ്പ്, ഇതിൽ അച്ഛൻ കയറി, ഞാൻ കയറിയില്ല, എനിക്ക് പേടിയാണ്. പിന്നെ അതൊക്കെ ഭയങ്കര പാടുള്ളതാണ്. അതിലൊക്കെ 2 എണ്ണത്തിൽ ഞാൻ കയറി, പിന്നെ ഞാൻ കയറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതുണ്ടായിരുന്നു, അതിലാരും കയറിയില്ല. ഞാൻ കയറാത്തത് എൻ്റെ കൈയൊക്കെ ചറിയിപ്പോവും, അതുകൊണ്ട് ഞാൻ കയറിയില്ല. ഇവിടെ പേരൊക്കെ എഴുതി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഇത്രയുള്ളൂ നമ്മൾ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമ്മൾ എക്സിറ്റ് വഴി കൂടെ എക്സിറ്റായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും ചെയ്ത്, പിന്നെ നമ്മൾ മീനിനെയൊക്കെ പിടിച്ചിട്ട് ആ കുളത്തിൽ വന്നിട്ട് തന്നെ, ആ കുളത്തിൽ വന്ന് അടുത്ത് അതിന് തൊട്ട് നമ്മൾ അവിടെ നിൽക്കുന്ന അതേ സ്ഥലത്ത് തന്നെ മീൻ വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൊട്ടു. അപ്പോൾ ഇത്രയുള്ള അഡ്വഞ്ചർ പാർക്ക്. ഇനി എവിടെ പോകണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ട് പറയാം. ഗൈസ്, നമ്മളിതാ ഇവിടെ ബട്ടർഫ്ലൈ സഫാരിയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ നമുക്ക് ബട്ടർഫ്ലൈയുടെ ഇത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ബട്ടർഫ്ലൈ സഫാരി എന്നൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇതൊക്കെ കുളമാണ് ഗൈസ്, കുളം. പിന്നെ ഇവിടെ എന്തൊക്കെ കുറേ മരങ്ങളും എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. കാറ്റർപില്ലേഴ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങോട്ടുണ്ട് ഒരുപാട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ പോകുകയാണ് ഗൈസ്. ഇവിടെ ഒരെണ്ണം ഉണ്ട് ഗൈസ്, 1-2 എണ്ണം ഉണ്ട്. വേറെ ഇവിടെ ബട്ടർഫ്ലൈനെയൊന്നും നമ്മൾ കണ്ടില്ല ഗൈസ്. അവിടെയൊക്കെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ തത്തയൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട്. അവിടെയൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് മ്യൂസിക്കൽ ഷോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നിർത്തി വെച്ചൊക്കെയാണ് എല്ലാം. കണ്ടോ ഗൈസ്, ചിലങ്ക മ്യൂസിക്കൽ ഡാൻസ് ഫൗണ്ടേഷൻ അതൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ എന്താ പറയുക, നമ്മൾ അവിടെ പാർക്കിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞ്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പോൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഡിയർ പാർക്കിലാണ് പോകുന്നത്. ഡിയർ പാർക്കിൽ ഡിയറൊക്കെ ഉണ്ടാവോ എന്തോ നമുക്ക് നോക്കിയിട്ട്. ഗൈസ്, നമ്മൾ ഡിയർ പാർക്കിലേക്ക് പോവുകയാണ്. ഇവിടെ അതിൻ്റെ സ്ഥലങ്ങളിലൊക്കെയാണ്. വാ, ഡിയറല്ല ഡിയർ ഗൈസ്. നമ്മൾ മാനിനെയൊക്കെ തൊട്ടിട്ട് നമ്മളിത് അങ്ങോട്ട് പോയാണ്. അവിടെ പാർക്ക് ഗൈസ്, രണ്ട് ഗൈസ് കുഞ്ഞുമായി. അപ്പം നമ്മളിപ്പോൾ പാർക്കിലോട്ട് നടക്കുകയാണ്.
വാ ചുമ്മാ വാ. ദേ ഒരു മാൻ ഗൈസ് ദോ പോകുന്നു. കണ്ടില്ലേ ഗൈസ്? അടുത്ത മാൻ ഗൈസ്. അവിടെ പാർക്കിൽ കയറുന്നില്ല, നമ്മൾ പോവുകയാണ് ഗൈസ്. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയും അമ്മാമ്മയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇതാണ് എൻ്റെ അമ്മാമ്മ, ഇതാണ് എൻ്റെ അമ്മ. ഇങ്ങോട്ട് നോക്കുമ്പോൾ അമ്മ വീഡിയോസിലൊന്നും നോക്കത്തില്ല.